ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ എൻ്റെ സ്വാദ്. എൻ്റെ സ്വാദിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നല്ലൊരു മധുരമുള്ള ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. റവ ഹൽവ. നിങ്ങളൊക്കെ പറയും അത് റവ കേസരിയാണെന്നല്ലേ. നമ്മുടെ നാട്ടിൽ റവ കേസരി ഇല്ലേ, പക്ഷെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. ഇതൊന്ന് കണ്ടു നോക്കിയേ, റവ കേസരിയോ അല്ലെങ്കിൽ റവ ഹൽവയാണോ നല്ലതെന്ന്. ഇത് വളരെ എളുപ്പത്തിൽ ഒരു 4 സാധനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റിയ ഡിഷാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. പെട്ടെന്ന് നമുക്കൊരു മധുരം കഴിക്കണം തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷ്. പല്ലൊക്കെ പൊരിച്ചു വന്നാൽ വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല, റവയുടെ ഹൽവ ഉണ്ടാക്കി കൊടുത്താൽ മതി. നമ്മുടെ അച്ഛനും അപ്പൂപ്പനും എല്ലാവർക്കും ഓക്കെ. കുട്ടികൾ പെട്ടെന്നൊരു മധുരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഡിഷ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നോക്കാം എന്തെല്ലാം സാധനങ്ങൾ. ഒന്നുമില്ല, ആകെ 4 സാധനങ്ങളെ വേണ്ടൂ. റവ, നല്ല വറുത്ത റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വറുത്ത റവയല്ലെങ്കിൽ അത് നന്നായി വറക്കണം, കാരണം ഇതിന് നന്നായി വറുത്ത റവയുടെ അത്യാവശ്യമുണ്ട്. പിന്നെ അതിന് പറ്റിയ പാല്, പഞ്ചസാര, നെയ്യ്. ഇതാണ് ഈ 4 എണ്ണമാണ് ഇതിൻ്റെ ആകെയുള്ള ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, കാജു കിസ്മിസ്, ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാം. ഇതിങ്ങനെ ഹൽവ പോലെയൊന്നും മുറിച്ചില്ലെങ്കിലും എൻ്റെ നോർത്തിലുള്ള ഫ്രണ്ട്സുമാരൊക്കെ പറയും, അവർക്ക് ഞാനിത് കൊടുക്കുന്ന സമയത്ത് ഞാൻ പ്ലേറ്റിലൊക്കെ വെച്ച് മുറിച്ച് നല്ല ഡിസൈനിലാക്കി കൊടുക്കും. അവർ പറയും, നമ്മളെ വീട്ടിലൊന്നും ഇത് മുറിക്കാനുള്ള സമയം തരാറില്ല കുട്ടികൾ എന്ന്. അടുപ്പത്തൊന്നും ഇറക്കുന്ന സമയത്തിന് എല്ലാവരും ഓരോരോ കട്ടൂരി കൊണ്ട് വരുന്നു. അത്രക്കും ഇഷ്ടമാണ് എല്ലാവർക്കും. നോർത്തിലുള്ളവരൊക്കെ ഇതും കൂട്ടി പൂരിയൊക്കെ കഴിക്കും. നമുക്ക് പിന്നെ ആശയില്ലല്ലോ, മലയാളിയൊക്കെ മധുരം കുറച്ച് കുറവല്ലേ വേണ്ടു. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പെട്ടെന്ന് റെഡിയാക്കാം. നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി എടുക്കില്ല, അത്ര പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. Preparation. ഗ്യാസ് കത്തിച്ചു, ഇത് വെച്ചു. അഥവാ വറക്കാത്ത റവയാണെങ്കിൽ നിങ്ങൾ നന്നായി വറക്കണം, അപ്പോൾ സമയം വരും. പക്ഷെ ഇത് നമുക്ക് വറുത്ത റവയായതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇത് 1.5 കപ്പ് റവയുണ്ട് കേട്ടോ. 1.5 കപ്പ് റവ ഒന്ന് ചൂടാവട്ടെ. വറുത്ത് വെച്ചതാണ്, എന്നാലും നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് ചൂടാക്കേണ്ടതിനല്ലേ. റവ എത്ര നന്നായി വറുത്തിനോ അത്രയും ഈ ഹൽവയും നന്നാവും. ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റിയതാണ്. എന്ത് ചെയ്യണം? ആദ്യം തന്നെ നെയ്യ് ഒഴിക്കണം. കുറച്ച് നെയ്യൊക്കെ ചിലവുണ്ടെന്നേ ഉള്ളൂ, വേറെ ഒന്നും കാര്യമായിട്ടുള്ള ഇതില്ല. ഒരു കണക്കൊന്നുമില്ല, അത് നമുക്ക് ഏകദേശം മനസ്സിൽ കണ്ടിട്ട് അതങ്ങ് ചെയ്താൽ മതി. കാരണം വേണ്ടാണ്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ നെയ്യ് കൂട്ടിയാൽ പെട്ടെന്ന് തന്നെ ഇതൊരു മൂത്ത് വരുന്ന പോലെ തോന്നും. നെയ്യുടെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? പഞ്ചസാര ഇട്ട് കൊടുക്കാം, കാരണം ഇത് അലിഞ്ഞു വരണമല്ലോ. 1.5 കപ്പിന് ഞാൻ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് മധുരം വേണ്ടത് അത് ഓരോരുത്തർക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ഈ പഞ്ചസാര ഇതിൽ കിടന്നിട്ട് എല്ലാം ഉരുകണം. അത് പെട്ടെന്ന് ഉരുകും, ചൂട് തട്ടിയാൽ പെട്ടെന്ന് ഉരുകുമല്ലോ പഞ്ചസാര. ഇത് അധിക പണിയൊന്നും ഇല്ലാത്ത ഒരിതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. റവ കേസരി ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ, അത് കളറൊക്കെ ചേർക്കുന്നുണ്ട്. റവ കേസരി ടൈപ്പ് തന്നെയാണ് ശരിക്കും. നമ്മൾ നോർത്തിലെല്ലാം എല്ലാവരും ഇതിന് റവ ഹൽവ എന്ന് പറയും. റവ ഹൽവ എന്നും എല്ലാവരും പറയുന്നത്, അവർ സൂചിക്ക ഹൽവ അങ്ങനെ പറയാം. അവർക്ക് വീട്ടിൽ മധുരം എന്തെങ്കിലും വേണമല്ലോ എല്ലാ ദിവസവും. കണ്ടില്ലേ ഇങ്ങനെ ആയി വരുന്നത് എന്തുകൊണ്ടാണ്? പഞ്ചസാര ഉരുകാൻ തുടങ്ങി, അതുകൊണ്ടുള്ളതാണ്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നെയ്യും പഞ്ചസാരയും. നല്ല അടികട്ടിയുള്ള പാത്രം എടുക്കണം, കാരണം കരിഞ്ഞു പോകാൻ പാടില്ല. എൻ്റെ ഈ ചീനച്ചട്ടി ഇൻഡാലിയാണിത്. ഇത് അലുമിനിയം അല്ല, സ്റ്റീലല്ല. സ്റ്റീലാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, എന്ത് സാധനം ഉണ്ടെങ്കിലും. അലുമിനിയം അത് തന്നെ. അലുമിനിയം വെച്ചാൽ നടുവിൽ നമുക്കില്ല, ഇത് നോക്കി ഒന്നും പിടിക്കില്ലല്ലോ ഇതിൽ. ഇത് ഇൻഡാലിയത്തിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ളതാണ്. അലുമിനിയം ഒന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നുമില്ല. നിങ്ങൾ നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ വളരെ ഈസിയാണ് കേട്ടോ. അത് പിടിക്കുന്നൊന്നും പേടിക്കും വേണ്ട. നോൺ സ്റ്റിക്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എന്തല്ല, എല്ലാവരും മധുരം കഴിക്കുന്നവരല്ലേ, എല്ലാവർക്കും മധുരം ഇഷ്ടമാണല്ലോ അല്ലേ. ഞാൻ 1.5 കപ്പ് സൂചിക്ക് 1.25 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള മധുരം ഒരു പ്രാവശ്യം ഈ കണക്കിൽ ഉണ്ടാക്കി നോക്കുക. പിന്നെ അഥവാ മധുരം കുറഞ്ഞു പോയോ കൂടിപ്പോയോ എന്നപ്പം നമുക്ക് മനസ്സിലാവും. നന്നായിട്ട് വറക്കണം.
സൂചി എന്നറിയാലോ, അതിനധികം വേവൊന്നും ആവശ്യമൊന്നുമില്ല. ഈ സൂചി റവേനെ കൊണ്ട് എന്തെല്ലാം സംഗതികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ? റവ ഹൽവ, റവ ലഡു, റവ ഉപ്മ, റവേൻ്റെ പുട്ടുണ്ട്. റവ പുട്ട് നല്ലതാണ്. പക്ഷേ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നന്നായി വറക്കണം റവ ലഡു ഉണ്ടാക്കിയ നല്ല ഈസിയാന്ന് മാത്രമല്ല നല്ലൊരു ടേസ്റ്റുമാണ് റവ ലഡു. തരി ലഡു എന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഹോട്ടലും കിട്ടാറുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നെയ്യുടെയും പഞ്ചസാരയുടെയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സ്മെല്ല്. അതിൻ്റെ അർത്ഥം എല്ലാം ഉരുകി വന്നു. കണ്ടില്ലേ, ഒരു നനവ് വന്നത് കണ്ടില്ല? അവിടെ ഇവിടെയൊന്നും കട്ടയായി പോകാൻ പാടില്ല. അപ്പോൾ പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു കട്ടയുണ്ടാവും. അതുകൊണ്ട് സിമ്മിൽ വെച്ചേക്കും എല്ലാവരും. ഏകദേശം ഒരു ബ്രൗൺ കളറായി വരികയും ചെയ്തു. ഇത് നന്നായിട്ടെല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ചേർക്കാം. ഇതൊക്കെ ഓരോരുത്തർ ആവശ്യാനുസരണം എടുത്താൽ മതി. കാരണം ഇപ്പം എല്ലാവർക്കും പലതരം അസുഖങ്ങളൊക്കെ ഉള്ളല്ലോ. ഇപ്പം നെയ്യ് ഉപയോഗിക്കാൻ പറ്റാത്തവർ, അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഇന്നാളൊരു ഓട്സ് ദോശ കാണിച്ചിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് നല്ല സിമ്മിൽ ഇരിക്കട്ടെ. സിമ്മിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ചൂടായി കഴിഞ്ഞാലില്ലേ, ഈ ചീനച്ചട്ടിയെല്ലാം ചൂടായി കഴിഞ്ഞാൽ കുറേ സമയം അതിൻ്റെ ചൂടുണ്ടാവും. റവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വലിയ ഗുണമൊന്നും ഇല്ലാത്തൊരു സാധനമാണ് റവ. പിന്നെ ദോഷഫലങ്ങളും അങ്ങനെയൊന്നും കേട്ടിട്ടില്ല എവിടെയും റവേനെ കൊണ്ട്. നന്നായി വറുത്തിട്ടില്ലെങ്കിൽ ഒരു പ്രത്യേകത. ഇപ്പം നോക്കിയേ, ഇതൊരു തരിതരിയായി വന്നില്ലേ? അത് നന്നായിട്ട് അത് വറുത്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പാലൊഴിച്ച് കഴിഞ്ഞാൽ ആകെ അതൊരു പരന്നു പോകും. ഇനി കുറച്ചായിട്ട് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിക്കുന്ന സമയത്ത് സിമ്മിൽ വെച്ചോ മുഖത്തോ എവിടെയെങ്കിലും തെറിക്കും. ഇതില്ല, എനിക്കൊരു പ്രാവശ്യം അങ്ങനെ ആയിട്ട് കൈമ തെറിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാലം ഉണ്ടായിരുന്നു. അതിൻ്റെ അടയാളം ഇപ്പോഴും ഉണ്ട്. ഇത്രയും പാല് മതിയായി എനിക്ക്. കണ്ടില്ല? ഇതിനെ വറ്റിച്ചെടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പാൽ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പാലിൽ നല്ല മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ ടേസ്റ്റ് വരുമെങ്കിൽ. മിൽക്ക് മെയ്ഡെല്ലാം ആകുമ്പോഴേക്കും. പക്ഷേ നമുക്ക് പെട്ടെന്നൊക്കെ കഴിക്കാൻ ഇങ്ങനെ മതി. പാലെല്ലാ വീട്ടിലും ഉണ്ടാവും, പഞ്ചസാര എല്ലാ വീട്ടിലും ഉണ്ടാവും, റവയുണ്ടാവും. അപ്പോൾ പിന്നെ ഇത് പോരെ അല്ലേ? കുറച്ചും കൂടി ഗ്യാസ് കൂട്ടി ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. നന്നായി ഇളക്കണം, അടിയിൽ പിടിക്കാൻ പാടില്ല. ഇതില്ല, കുറച്ചും കൂടി വെള്ളം വറ്റി വേണം. ആ പാല് മുഴുവൻ വറ്റി വെക്കണം. കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് അത് വിട്ട് വരുന്നൊരു പരുവത്തിലാവാൻ വേണ്ടിയിട്ടാണ് ഈ നെയ്യ് ചേർക്കുന്നത്. ഞാൻ ഇത് കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇത് വിട്ട് വരണ്ടേ നമുക്ക്. നല്ല സ്മെല്ലാണ് വരുന്നത്. സിമ്മ് നിങ്ങൾ ഗ്യാസിൻ്റെ സിം കൂട്ടിയും കുറച്ചും വെച്ച് എല്ലാവർക്കും അറിയാവുന്നതല്ലേ കാര്യങ്ങളെല്ലാം.
ഇത് ഗ്യാസ് സ്റ്റൗവിൽ മറ്റേ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് കരിയില്ലല്ലോ, അങ്ങനെ പിടിക്കുകയൊന്നുമില്ല. നന്നായിട്ട് ഇളക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ റവ ഹൽവ റെഡിയായി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എന്ത് ചെയ്യണം? പരത്തിയെടുക്കണം. ഞാൻ ആ പാത്രം ഒന്ന് റെഡിയാക്കട്ടെ. ഒരു പാത്രത്തിൽ പ്ലേറ്റിൽ ഈ സൈസിലെ എന്തെങ്കിലും ഒരു പ്ലേറ്റിൽ നെയ്യ് പരട്ടി വെക്കുക. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. ഒരു സ്പൂണ് കൊണ്ട് ഞാൻ മുഴുവൻ അതിന് എടുക്കട്ടെ. ഇതൊരു കുഞ്ഞി പ്ലേറ്റ് മതിയായിരുന്നു, കാരണം ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത്ര കുറച്ച് ഉണ്ടാക്കുന്നതിന് ഒരു കുഞ്ഞി പ്ലേറ്റ് മതി. എന്നാൽ കുറച്ചും കൂടി കട്ടിയിൽ നിൽക്കും. ചൂടുള്ളത് കൊണ്ട് കൈ കൊണ്ട് തൊടാനും പറ്റുന്നില്ല. അധികം വലിപ്പാക്കണ്ട, കാരണം ഇതത്രയേ ഉള്ളൂ. ആ പ്ലേറ്റ് വരെ എത്തേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. അതിനു മുന്നേ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി അതെല്ലാം അത് ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ചാൽ മതി. കണ്ടില്ലേ, ഇപ്പം തന്നെ കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ കാജുവെല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കുക. മുറിച്ചെടുത്ത് വെച്ചാലും മതി. മുറിച്ചതിന് ശേഷം ഓരോ പീസിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് കിസ്മിസും ഉണ്ട് കേട്ടോ. എല്ലാവരും കാണുന്നുണ്ടോ കിസ്മിസിന്? എന്തെങ്കിലും ഒന്ന് വേണ്ട നമുക്കില്ലേ? ഡെക്കറേഷനിൽ എന്തെങ്കിലും ഒരു ഭംഗിയല്ലേ എന്തും കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ നന്നായി ഉറച്ച് വരുന്നുണ്ട്. കുറച്ചും കൂടി ഉറക്കട്ടെ. ഇത് തണുത്തതിന് ശേഷം നന്നായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം തണുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഒന്ന് മുറിക്കാം. ആദ്യം കാജു കിസ്മിസ് വെക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം അവസാനം വെച്ചാൽ മതി. ആദ്യം വെച്ചുകൊണ്ട് മുറിക്കാൻ കുറച്ച് പ്രയാസമാവും. ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. എത്രയായി കഴിഞ്ഞാലും നമ്മൾ ഹൽവ എന്ന് പറയുമ്പം അതിനൊരു പ്രത്യേക ഒരു ഷേപ്പ് അങ്ങനെ കിട്ടില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇതൊന്നും അങ്ങനെ ഇതില്ലാത്തതാണല്ലോ. സാധാരണ നമ്മളെ മറ്റേ ഹൽവയൊന്നല്ലല്ലോ ഇത്. ഇങ്ങനെ ഒരു ഷേപ്പിൽ വെച്ചാൽ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഡെക്കറേറ്റ് എല്ലാം ചെയ്തിട്ട് കൊടുക്കുമല്ല. അല്ലെങ്കിൽ നമ്മൾ റവ കേസരി എല്ലാം കഴിക്കുന്ന മാതിരി അങ്ങനെ അങ്ങ് കഴിച്ചാൽ മതി. ഇങ്ങനെ ഓരോ പീസാക്കി ആ സമയത്ത് ഇതൊക്കെ എടുത്ത് വെച്ചാലും മതി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. The ending. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്വീറ്റ് ഡിഷ് സൂജി കാ ഹൽവ, റവ ഹൽവ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആകെ 4 സാധനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു ഡിഷാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനൊരു കഷ്ണം കഴിച്ചു, നന്നായിട്ടുണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ എല്ലാവർക്കും ഉണ്ടാക്കാം. എല്ലാവരും കണ്ട് ഇത് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ ബൈ.